വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഏവർക്കും പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു ഇമോജി ടൈപ്പിൽ നമുക്ക് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കൂടെയുള്ള ബെല്ലൈക്കനോടെ എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തരമായിട്ട് വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ്, നമ്മുടെ ഇമോജികൾ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ചിരിക്കുന്നതും കരയുന്നതുമായിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് പരിചയപ്പെടാം. 3-4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ശകലം കുരുമുളക് പൊടി, പിന്നെ മൈദ, പിന്നെ 3-4 ബ്രെഡ് പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ. നമ്മുടെ പൊട്ടറ്റോ നല്ലപോലെ ഒന്ന് വേവിച്ച് ഒരു 6 വിസിൽ നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഒരു ചെറിയൊരു 1 സ്പൂൺ ഇടുക. അടുത്തതായിട്ട് ഒരല്പം ഉപ്പ്, ഇതിനാവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നീട് ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രം ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഇടുക. പിന്നീട് നല്ലപോലെ ഇളക്കുക. ഒരല്പം മൈദ, ഒരു 1, 2, 3 ടീസ്പൂൺ മൈദ ഇടുക. പിന്നീട് നല്ലപോലെ ഇളക്കുക. ഇനിയും ഇതിലേക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടി നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ടുള്ളൊരു പരുവത്തിന് വേണ്ടിയാണ് ബ്രെഡ് ആഡ് ചെയ്യുന്നത്. കുഴച്ച് നമ്മൾ ഇതേപോലെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇത് നമുക്ക് ഒരു ബോൾ പോലെ രീതിയിലാക്കിയതിന് ശേഷം ഇതേപോലെ നമ്മുടെ വെച്ചതിന് ശേഷം നല്ലതുപോലെ പരത്തിയെടുക്കുക. ശേഷം നമുക്ക് ഒരു ഗ്ലാസ്, വീട്ടിലിരിക്കുന്ന ഒരു ഗ്ലാസ്, ഇതേപോലെ ഒരു ഗ്ലാസ് എടുക്കുക. അതിനുശേഷം പറ്റാവുന്നതിൻ്റെ അത്ര സ്മൈലികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ശേഷം ഇതിൻ്റെ ഈ സൈഡിലുള്ള ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്യുക. ഇത് കളയാൻ പാടില്ല. ഇതേപോലെ എല്ലാം എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ കിട്ടും. പിന്നീട് നമുക്കൊരു സ്ട്രോ ആവശ്യമുണ്ട്. ഇതിനായിട്ട് സ്ട്രോ എടുക്കുക. സ്ട്രോ എടുത്തതിന് ശേഷം ഇതേപോലെ 2 കണ്ണുകൾ ഇടുക. പിന്നീട് ഒരു സ്പൂൺ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നീട് ഒരു സ്പൂണിൻ്റെ ഈ ഫ്രണ്ട് വശം ഉണ്ടല്ലോ, ആ ഫ്രണ്ട് ഭാഗം എടുക്കുക. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു കരയുന്ന സ്മൈലി ഇടുക. എണ്ണ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സ്മൈലികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ സ്മൈലി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ ഞങ്ങളുടെ ചിരിക്കുന്നതും കരയുന്നതുമായിട്ടുള്ള ഞങ്ങളുടെ സ്മൈലുകൾ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ സ്മൈലുകൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാം. ഇതേപോലെ നമ്മൾ ഇച്ചിരി ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അപ്പം ഈ സംഭവം കഴിക്കാൻ ഏറ്റവും നല്ലത് നമ്മുടെ ടൊമാറ്റോ സോസ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മുടെ പൊട്ടറ്റോ അല്ലേ, പൊട്ടറ്റോയുടെ ഒരു ഗുണങ്ങൾ വേറൊരു രീതിയിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ഒരു ക്രിസ്പി ആയിട്ട് നമ്മുടെ മൈദയും ബ്രെഡും കൂടി ഇട്ട് കഴിഞ്ഞപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സംഭവം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ തുടർന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.